Good afternoon all. Good afternoon. Prayer പറഞ്ഞോ. ഓക്കെ, പ്രയർ ഇല്ല, പ്രിപ്പയർഡ് അല്ല അല്ലെ? കുഴപ്പമില്ല. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആണ് അല്ലെ? അല്ലെ? ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തു നിർത്തിയിരിക്കുന്നത് ഇപ്പൊ ഐ തിങ്ക് സോ ഏതായിരുന്നു, ഡയമെൻഷൻസ് ആയിരുന്നു അല്ലെ പറഞ്ഞു നിർത്തിയത് അല്ലെ? 4 ഡയമെൻഷൻസും പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് നമ്മൾ ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓഫ് വേരിയബിൾസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മള് ടീച്ചേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നത്, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തെല്ലാം കമ്പോണൻസ് ആണ്, എന്തെല്ലാം വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. The teacher and the students interaction in the classroom depends on several variables. സെവറൽ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് കുട്ടികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ പോസിബിൾ ആകുന്നത്. ദീസ് ആർ നോൺ ആസ് ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓർ വേരിയബിൾസ്. ഇതിനെയാണ് ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓർ വേരിയബിൾസ് എന്ന് പറയുന്നത്. ദ ഫോളോയിങ് ആർ ദ മെയിൻ ഇന്റർവെയിനിങ് വേരിയബിൾസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. താഴെ പറയുന്നതാണ് ഇന്റർവെയിനിങ് വേരിയബിൾസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ററാക്ഷന് വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് അല്ലെ? നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? ഞാൻ PDF ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലെ, പ്രസന്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? ഇന്റർനെറ്റ് ആണ് അല്ലെ? ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇന്റർനെറ്റ് ഉണ്ട്. അതേപോലെ നമ്മൾ ഈ ക്ലാസ് കാണുന്ന ഓരോ കുട്ടിയുടെ ഇത് ഹെൽപ്ഫുൾ ആവുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത് ത്രൂ ഇന്റർനെറ്റിലൂടെയാണ് അല്ലെ? അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ഇന്ററാക്ഷനെ കമ്മ്യൂണിക്കേറ്റ്. ചിലപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്തിട്ട് ഇമേജസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ ഇന്ററാക്ഷൻ വരുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത് ഈ ഓരോ മെത്തേഡ്സിലൂടെയുമാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓഫ് വേരിയബിൾസ് നമ്മളെ സംബന്ധിച്ച്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഉണ്ട് അല്ലെ? ആദ്യം വരുന്ന കമ്പോണന്റ് ആണ് സബ്ജക്റ്റ്. ഏത് സബ്ജക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്, അതിന്റെ കണ്ടന്റ് ഇൻക്ലൂഡ്സ് തേംസ്, കൺസെപ്റ്റ്, ഫാക്ട്സ്, അതേപോലെ പ്രിൻസിപ്പിൾസ്, തിയറി, വെർബൽ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലൂടെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് ഓർ മലയാളം, പ്രോബ്ലം സോൾവിങ് എങ്ങനെയാണ്, നമ്മൾ പ്രോബ്ലം ക്ലാസ്സിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അതേപോലെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. ഇനി ടീച്ചിങ് ഒബ്ജക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അപ്പൊ എന്ത് ഒബ്ജക്റ്റീവ് ആണ് കുട്ടികളിൽ, ഏതൊരു വിജ്ഞാനപരമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നത് നോട്ട് ചെയ്യണം. സ്ട്രാറ്റജി ഓർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ടീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. കുട്ടികളെല്ലാവരും ലിസണേഴ്സ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നടക്കുന്നത് എന്താണ്? ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ്. ഫുൾ കാര്യങ്ങൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളെ സംസാരിക്കാൻ പോലും അലോ ചെയ്യുന്നില്ല. ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കാം. നെക്സ്റ്റ് ആണ് ലേണേഴ്സ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ്. അവിടെ ലേണേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ടീച്ചേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ദെൻ ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആക്ഷൻ എന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റീസും ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്, അതാണ് ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഡിപ്ലോമ ക്ലാസ്സിൽ കാണുന്നത് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക് നമ്മൾ എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ടീച്ചർക്ക് അറിയാവുന്ന പോർഷൻസ് ടീച്ചർ പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ടോപ്പിക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതൊരു ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഗ്രൂപ്പ് ലേണിംഗ് ആണ് നമ്മുടെ ഡിപ്ലോമയിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ PGയിൽ വരുമ്പോൾ ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആണ്. ഫുൾ കാര്യങ്ങളും ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലെ? എല്ലാ ടീച്ചർമാരും ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ ഇങ്ങനെ? കേൾക്കുന്നുണ്ടോ പിള്ളേരെ നിങ്ങള്?
ഞാൻ മാത്രമാണോ ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, എല്ലാവരും ഇത് ടീച്ചർ ഒരു പ്രത്യേകതയും കൂടി അതാണ് കേട്ടോ. എന്ന് വെച്ചാല് ഫുൾ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടും ഈ ഒരു ഒത്തിരി ടഫ്നെസ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ ആയിരിക്കും, ഫീൽ ചെയ്യും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ PG, സിമ്പിൾ അല്ലേ എന്ന്. ടെക്നിക്സ് ആൻഡ് മാക്സിമം ഓഫ് ടീച്ചിങ്. അപ്പോ അധ്യാപനത്തിന്റെ സാങ്കേതിക വിദ്യകള്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് കുട്ടികളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അല്ലെ. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്നു, ഓഡിയോ വിഷ്വൽ എയ്ഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് പോസിബിൾ ആക്കുന്നുണ്ട്. ടീച്ചേഴ്സ് എയ്ഡ് ഓർ വിഷ്വൽ എയ്ഡ് ഓഫ് ടീച്ചിങ്. മോട്ടിവേഷണൽ ടെക്നിക്സ്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളും. ടീച്ചിങ് സ്കിൽ, സോഷ്യൽ സ്കിൽ, നമ്മൾ ടീച്ച് ചെയ്യാനുള്ള സ്കിൽസ് എന്തെല്ലാമാണ്, സോഷ്യൽ സ്കിൽസ് എന്തെല്ലാമാണ്, ഇതെല്ലാം നമുക്ക് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആൻഡ് സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം അല്ലെ, കുട്ടികളോട് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ കാര്യം വ്യക്തമായി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കറക്റ്റ് ആയിരിക്കണം. ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയേഴ്സ്, ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കണം. ഓരോ ആക്ടിവിറ്റി ചെയ്യേണ്ട രീതിയും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കുട്ടികളോട്. സപ്പോർട്ടിങ് ഡിവൈസ് ഓഫ് ടീച്ചിങ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസ് ചിലപ്പോൾ നമുക്ക് സപ്പോർട്ടിന് വേണ്ട വരും. ടീച്ചിങ് പോസിബിൾ ആവുന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസ് സപ്പോർട്ട് ചെയ്യണം. അത് എന്തെല്ലാമാണ്? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് സപ്പോർട്ടിങ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റർ, അതേപോലെ തന്നെ ക്യാമറ, സ്പീക്കേഴ്സ്, ഇതെല്ലാം ഞങ്ങളുടെ സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ്. ഇന്റർനെറ്റ് അടക്കം സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ് നമുക്ക് ഒരു ക്ലാസ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മേ ബി സപ്പോർട്ടിംഗ് ഡിവൈസ് സാധാരണ നോർമൽ സ്കൂളിൽ ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളതും ഇതിൽ വരുന്നുണ്ട്. All these teaching variables are taken into consideration while managing classroom activity. അപ്പോ നമ്മളൊരു ക്ലാസ് റൂം ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുമ്പോൾ ഈ എല്ലാ ടെക്നിക്സും കാര്യങ്ങളും വേരിയബിൾസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഇതെല്ലാം പ്രോപ്പർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം കേട്ടോ. സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമുക്ക് വാക്കം, ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിലനിൽക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൂന്യതയിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. നമുക്ക് ദ ലേണേഴ്സ് ആൻഡ് ദ ടീച്ചേഴ്സ് റിവീൽ ഇൻ ദർ ഡിമെന്റർ ആൻഡ് ബിഹേവിയർ. നമ്മൾ ഒരു an education institution does not exist in vacuum. ഒരു ശൂന്യതയിൽ ഒരിക്കലും ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. The learners and teachers reveal in their demeanor and behavior. നമുക്ക് ടീച്ചേഴ്സിനും കുട്ടികളും അവരുടെ പെരുമാറ്റത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. The influence of the experience they have been had in their home and community. അതേപോലെ തന്നെ കുട്ടികളുടെ ബിഹേവിയറിൽ അവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ വരുന്ന, അല്ലെങ്കിൽ അവരുടെ ഹോമിൽ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് സൊസൈറ്റിയിൽ വരുന്ന എക്സ്പീരിയൻസിൽ നിന്നെല്ലാം കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. Such educational institutions and school, college form part of society. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ സ്കൂളുകള്, കോളേജുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു സൊസൈറ്റിയുടെ പാർട്ടാണ്. They reflect its characteristics in man form. നമ്മൾ അവിടെ നിന്ന് നമുക്കറിയാം ഓരോ സ്കൂളുകളിൽ നിന്നും എന്താ പറയാ, ഭാവി വാഗ്ദാനങ്ങളെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് അല്ലെ. അപ്പൊ നല്ല ക്യാരക്ടറുള്ള, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മെമ്പേഴ്സിനെ വാർത്തെടുക്കുന്ന പ്രോസസ്സ് ആരാ ചെയ്യുന്നത്? ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്യുന്നത്. Then student faculty member, both teaching and non-teaching students, then teaching, non-teaching staff, administrators constitute the nucleus of the communication that emanate out of academical, psychological and social situation of the education institution. നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടുത്തെ ടീച്ചേഴ്സിന്റെയും കുട്ടികളുടെയും നോൺ ടീച്ചിങ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെ എല്ലാം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഓരോ കുട്ടിയുടെയും അക്കാഡമിക്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സോഷ്യൽ സിറ്റുവേഷനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മള് നല്ല രീതിയിൽ നല്ലൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആണ് കുട്ടികളെ എന്ത് ചെയ്യുന്നെങ്കിൽ വാർത്തെടുക്കുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻ ആയിരിക്കും. അവർക്ക് സെൽഫ് കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവും.
ദെൻ ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഈ കുട്ടികൾക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓവർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. The quality of the communication that leads to human relation within the institution and between the institution and the community is determined by the social and psychological framework of the student body and faculty. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മള് എന്താ പറയാ, നമ്മുടെ സ്ഥാപനത്തിന്റെയും സമൂഹത്തിന്റെയും ഇടയിലുള്ള നമ്മള് സൊസൈറ്റിയുടെയും അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇടയിലുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പ് വളരെ വാല്യുബിൾ ആണ്. എന്നുവെച്ചാൽ അവർ തമ്മിലുള്ള വിനിമയങ്ങള് അതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹ്യൂമൻ റിലേഷൻഷിപ്സിന്, മനുഷ്യബന്ധങ്ങൾക്ക് നമ്മൾ കൂടുതൽ വില കൊടുക്കണം. അതേപോലെ തന്നെ ആശയവിനിമയങ്ങൾ, കാരണം സൊസൈറ്റിക്കും അതേപോലെ പാരന്റ്സിനും ഒക്കെ ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളും കുട്ടികളെ കുറിച്ച് അറിയണമെന്നുണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും ഭരണം, വിദ്യാർത്ഥികളുടെ പഠന അനുഭവങ്ങൾ, സ്വാധീനം, ഇതെല്ലാം നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പരസ്പര ധാരണ, ഫ്രണ്ട്ഷിപ്സ്, അതേപോലെ നമ്മളെ സ്പിരിറ്റ് ഓഫ് ഗീവ് ആൻഡ് ടേക്ക്. ജസ്റ്റ് ഇത് നമ്മളൊരു കുട്ടീനെ സ്കൂളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവിടെ വെച്ച് തീർന്നു എന്ന് വിചാരിക്കരുത്. നമ്മൾ അവിടെ അവരുടെ ഒപ്പം തന്നെ, ടീച്ചേഴ്സിന്റെ ഒപ്പം നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് അവര് നല്ല ഭാവിയിൽ നല്ല വാഗ്ദാനങ്ങളായിട്ട് വാർത്തെടുക്കാനായിട്ട് ടീച്ചേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആര്, നമ്മൾ ഓരോരുത്തരും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഒരു കുട്ടിയുടെ ലൈഫിൽ വരുന്നത്. നോക്കാം. The quality of the communication that leads to human relation within the institution and between the institution and the community is determined by the social psychological framework of the student's body and the faculty, the organization and the administration of the institution, the impacts of learning experience of the students and the institutional climate. ഒരു കുട്ടി ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവൻ ലേൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവന്റെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് പഠിക്കുന്ന ഓരോ കാര്യത്തിലുണ്ട്. അതേപോലെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലൈമറ്റ് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടിയുടെ പഠനത്തെ ആയാലും അവൻ നല്ലൊരു സിറ്റിസൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ ആയാലും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്സ് ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മളുടെ ഈ ഒരു സ്ട്രെങ്ത്, ഓരോ റിലേഷൻഷിപ്പിന്റെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ്, പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ഫ്രണ്ട്ലിനെസ്, സൗഹൃദം, സ്പിരിറ്റ് ഓഫ് ഗീവ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ടീച്ചേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിക്കരുത്. ഗീവ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ആണ്, പാരന്റ്സിനെയും കൂടി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്, democratic leadership, emotional strength, engaging effective functioning of an educational institution. ഇതെല്ലാമാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ഓരോന്നും നോക്കാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ടീച്ചേഴ്സ് ആസ് ഫോക്കസ്, ദെൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് നോക്കുന്നുണ്ട്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് ഒരു ടീച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്ന ടീച്ചേഴ്സ് ആസ് ഫോക്കസ് ആണ്. നമുക്ക് പറയുന്ന പോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, ടീച്ചേഴ്സിനാണ്. ആ ടീച്ചേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുട്ടികൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. Teachers as the focus. The teachers is the significant figure in an one minute. നിങ്ങൾ ഇപ്പൊ തന്ന പാരഗ്രാഫിൽ ആദ്യം വായിച്ചത് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
വായിച്ചു നോക്കിയോ? റീഡ് ചെയ്തോ? നമ്മൾ ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്യാണ്. ടീച്ചേഴ്സ് ആസ് ദ ഫോക്കസ്. ദ ടീച്ചർ ഈസ് എ സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ ആണ് ആര് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇൻ കോണ്ടാക്ട് വിത്ത് ലേണേഴ്സ് ഇൻ ക്ലാസ് റൂം ആൻഡ് ഹോൾഡിംഗ് ജോയിന്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് ദ പാരന്റ്സ് ഇൻ വെൽഫെയർ ഓഫ് ദ ലേണേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മൾ കുട്ടികളോട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികളോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് പാരന്റ്സിനോട്. അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ വെൽഫെയറും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്തോളാം എന്നുള്ളത്, കുട്ടികൾക്ക് വേണ്ട നോളജും കാര്യങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്തോളാം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്. ആക്ച്വലി ടു വേ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസേർവ്ഡ്. നമുക്ക് ടീച്ചിങ്ങിൽ ഏറ്റവും നല്ലത് ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും നല്ലത്. കാരണം ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. A teacher understands the learners better by means of the knowledge of their home background. അത് ഒരു ടീച്ചർ എന്ന് പറയുന്നത് എന്താ പറയാ, അവരുടെ ലേണേഴ്സിനെ കൂടുതലായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം. അതേപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഹോമിന്റെ ബാക്ക്ഗ്രൗണ്ട്, പാരന്റ്സ്, ഗെറ്റിംഗ് ടു നോ ദ പ്രോഗ്രാം. എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കുട്ടികളെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോളജും കുട്ടികൾ എങ്ങനെയാണ്, അവരുടെ പാരന്റ്സ് സിറ്റുവേഷൻസും ഫാമിലി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പാരന്റ്സിന് നമ്മുടെ സ്കൂൾ കരിക്കുലം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ചിട്ടും കരിക്കുലത്തെ കുറിച്ചിട്ടും ഒരു വ്യക്തമായ ധാരണ വേണം. ആൻഡ് ദ പാരന്റ്സ് ഗെറ്റിംഗ് ടു നോ ദ പ്രോഗ്രാം ഇൻ വിച്ച് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ റോൾ പ്ലേ ബൈ ദ ഇൻ ദ. അവരിൽ എന്തെല്ലാം റോൾസ് ആണ് പാരന്റ്സിനുള്ളത് എന്നുള്ളതൊക്കെ പാരന്റ്സ് മനസ്സിലാക്കണം. The teachers, the parents, and the community generate multiplied webs of interrelationship. നമ്മള് ടീച്ചേഴ്സും പാരന്റ്സും സൊസൈറ്റിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവർക്കുള്ളത്. ഈ മൂന്ന് ഫാക്ടേഴ്സിനും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. വിച്ച് കോൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നേച്ചർ ഓഫ് ദ സർവീസ് ദർ എൻറ്റേർഡ്. അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ആൻഡ് ദ പോയിന്റ് ഓഫ് വ്യൂ ദേ ഹോൾഡ്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ കുറിച്ചിട്ടും. ദ ടീച്ചർ, ദ മൊമെന്റസ് പോയിന്റ് ഇൻ എഡ്യൂക്കേഷൻ എന്റർപ്രൈസ്, നീഡ് ടു ഡെവലപ്പ് ഹിംസെൽഫ് പ്രൊഫഷണലി ആൻഡ് മെയിൻറ്റെയിൻ എ ഹോൾസം പേഴ്സണാലിറ്റി. അപ്പം നല്ല ഒരു എഡ്യൂക്കേഷൻ എന്റർപ്രൈസിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ നല്ല പ്രൊഫഷണലി ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഭാവി തലമുറയെ അല്ലെങ്കിൽ നല്ല വ്യക്തികളെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആരെല്ലാം കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ടീച്ചേഴ്സും പാരന്റ്സും കമ്മ്യൂണിറ്റി നല്ല എഫക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവി തലമുറയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. The teachers in this institution enterprise needed to develop himself professionally and maintain to wholesome personality and a mature mind in order to strengthen bond of the relationship. അപ്പം ടീച്ചേഴ്സിന് മാത്രമാണ് നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ല വ്യക്തികളെ വാർത്തെടുക്കാനും നല്ല രീതിയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നത് ആർക്കാണ്? ടീച്ചേഴ്സിനാണ്. നെക്സ്റ്റ് ആണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് human relationship indicates the process by which individual conceptual and relating to each other human beings and in turn relating to others in their society in specific context such education institution, medical institution, industry, legal institution, social institution, etc. വ്യക്തികളുടെ പരസ്പരം മാനുഷികമായിട്ടുള്ള സങ്കല്പങ്ങൾ, അവരായിട്ടുള്ള റിലേഷൻഷിപ്സ്, പിന്നെ മനുഷ്യബന്ധങ്ങൾ, ഇതെല്ലാം അതിലൂടെ അവർ അവരുടെ സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട്, മെഡിക്കൽ സ്ഥാപനങ്ങളായിട്ട്, വ്യവസായ സ്ഥാപനങ്ങൾ, നിയമ സ്ഥാപനങ്ങൾ, ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സാമൂഹിക സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആയിട്ടുള്ള തുടങ്ങിയ എന്താ പറയാ കൂടുതലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടാസ്ക് ആണ്. കാരണം ഓരോ ഹ്യൂമൻസിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവരെല്ലാവരും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. Human relationship in an education institution is related to corporate and interrelationship.
നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് നമുക്ക് വരാറുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. Relating to the cooperation and interrelationship generally by persons directly and indirectly involved in various activities of the institution. അപ്പൊ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് എന്തെല്ലാം ഹ്യൂമൻ റിലേഷൻ, ആരെല്ലാമായിട്ടാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് വരുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലി ആയിട്ട് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ വരാനുള്ള ചാൻസ് ഉണ്ട്. സം ഓഫ് ദി സിഗ്നിഫിക്കന്റ് ഗ്രൂപ്പിംഗ് ഓഫ് ദ പേഴ്സൺസ് choose human relation relating to effective and efficient functioning of these institutions. താഴെ പറയുന്ന ഓരോ റിലേഷൻഷിപ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്കൂളിന്, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് വരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ആൻഡ് ലേണേഴ്സ്, ടീച്ചേഴ്സും കുട്ടികളും. അതേപോലെ തന്നെ കുട്ടികൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇല്ലേ? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ്, പഠിക്കുകയാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളായിട്ട് ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. മേ ബി നിങ്ങൾ തമ്മിൽ തന്നെ, നിങ്ങൾക്ക് തമ്മിൽ ഒരു, നിങ്ങളിപ്പോ PG വന്നപ്പോ സെപ്പറേറ്റ് ബാച്ചുകളിൽ നിന്നുള്ള കുട്ടികളാണ്, എന്നാൽ പോലും നിങ്ങളുടെ ഡിപ്ലോമയിലുള്ള കുട്ടികളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടാവും അല്ലെ? പല സ്ഥലത്തുനിന്ന് ഇതുവരെയും കാണാത്ത ആൾക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ഒരു കോഴ്സ് കൊണ്ട്? അപ്പൊ ലേണേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞങ്ങൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് തന്നെ ഉണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഒരു 40 ടീച്ചേഴ്സിന്റെ തന്നെ ഒരു സെറ്റ് ആണ്. നമ്മൾ ഡിഫറെന്റ് കോഴ്സസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. ബട്ട് ഞങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണ്. എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും, ടീച്ചേഴ്സിന്റെ വിഷമമായാലും സന്തോഷമായാലും എല്ലാ കാര്യങ്ങളും, ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒരു നല്ലൊരു ബോണ്ടാണ്. നമ്മൾ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് കൂടുതലാണ്. കാരണം നല്ലൊരു ബോണ്ട് ടീച്ചേഴ്സ് തമ്മിൽ ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചേഴ്സുമാർ തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ ടീച്ചർമാർ എങ്ങനെയാണ് മറ്റു ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ടീച്ചേഴ്സുമാർ തമ്മിലുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് ആണ് ടീച്ചേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പ്. ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുറകില് നല്ല ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടൊരു പേഴ്സൺ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ചിട്ട്. A to Z കാര്യങ്ങളിൽ നമ്മളുടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുതൽ ലാസ്റ്റ് ക്ലാസ് അവിടെ തീരില്ല. നമ്മള് ലാസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരില്ലേ? ഇത്രയും നാൾ ഞങ്ങൾ ജസ്റ്റ് ആ പോർഷൻ ക്ലാസ് കവർ ചെയ്ത് കഴിയുന്നു, അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഏകദേശം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിയുന്നതോടുകൂടി ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്. കാരണം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫുൾ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അപ്പൊ ഞങ്ങളും ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ പാസ് ചെയ്ത് തരുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്. പിന്നെ ടീച്ചേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം നമ്മള് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ വരും. മേ ബി എന്തെങ്കിലും പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ത്രൂ ഔട്ട് ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാട്ടാ. Some authors have divided relationship as, നമുക്ക് വേറെ മറ്റു ഓതേഴ്സ് പറയുന്നുണ്ട് അക്കാഡമിക്, സോഷ്യൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഓപ്ഷൻ വേരീസ് ഇൻ റിഗാർഡിംഗ് ടു ദ ഡിവിഷൻ ആസ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ് എനി ക്ലിയർ ഡിവിഷൻ ബിറ്റ്വീൻ സോഷ്യൽ ആൻഡ് അക്കാഡമിക് റിലേഷൻഷിപ്പ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവിഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഡിവിഷൻസ് ആണ് നമ്മൾ ടെസ്റ്റിൽ കൂടുതലായിട്ടും പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പം ഏതാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം വരുന്നത് ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. ഓക്കെ, 1 മിനിറ്റ്. First one is teachers learners relationship.
The learner's behavior as individual and especially an individual contacting the teacher and the other teachers, other learners depends to great extent on the kind of teacher the learn has. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പെരുമാറ്റം, അതല്ല ഒരു അധ്യാപകര് എങ്ങനെ പെരുമാറുന്നു കുട്ടീനോട്, കുട്ടിയുടെ പെരുമാറ്റം എന്താണെന്നൊക്കെ ഉള്ളത് വളരെയധികം വാല്യുബിൾ ആണ്. ഏത് തരത്തിലുള്ള അധ്യാപകരാണെങ്കിലും നമ്മൾ എന്താണ് ചിലപ്പോൾ ഇഫ് ദ ടീച്ചേഴ്സ് ക്യാൻ അസ്യൂംസ് ദ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളൊരു കുട്ടീനെ കാണുമ്പോൾ അവരുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സും ആവശ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫേവറബിൾ ആറ്റിറ്റ്യൂഡ്സ് ആർ ഡെവലപ്ഡ് ഇൻ ദ ക്ലാസ് റൂം. നമ്മളിപ്പോ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടീച്ചറായിട്ട് നല്ല ബോണ്ടായിരിക്കും അല്ലെ, നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ക്ലാസ് റൂമും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്നത് ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. നമ്മളൊരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് വളരെ വാല്യുബിൾ ആണ്. നമ്മളെല്ലാവർക്കും നിങ്ങളിപ്പോ ഓരോ വ്യക്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കിയാലും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചർ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ കൂടുതലായിട്ട് എന്താ പറയാ നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ടൈം സ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും ടീച്ചർ ഉണ്ടാവും. ഇത് നമ്മുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ആവാൻ കാരണം, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം നമ്മുടെ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ഒരു എന്താ പറയാ എഫേർട്ടും കാര്യങ്ങളും കൊണ്ടായിരിക്കും. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചറിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരാളുണ്ടാവും നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ്. അപ്പൊ എന്ന് വെച്ചാൽ ഓരോ ലേണേഴ്സിനെ സംബന്ധിച്ചും അവര് എന്താണ് കൂടുതലായിട്ട് അറ്റൻഷനും കാര്യങ്ങളൊക്കെ സ്ട്രീക്ക് ചെയ്യുന്ന സമയത്ത് അവർ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടീച്ചർ നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസ്സിനോട് വളരെയധികം ഇഷ്ടമായിരിക്കും അല്ലെ. നമുക്ക് നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ആ ഒരു ക്ലാസ് റൂമിനോട് ഡെവലപ്പ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മലയാളം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസ്സാണ്. മലയാളം എനിക്ക് നല്ല വീക്കായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. മലയാളം നല്ല വീക്കായിട്ടുള്ളൊരു ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഗീത ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറിന്റെ ക്ലാസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോ മലയാളത്തില് ചെറുപ്പത്തിലൊക്കെ അക്ഷരത്തെറ്റൊക്കെ ഉണ്ടാവും 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ അക്ഷരത്തെറ്റ് മിസ് വായിക്കും ക്ലാസ്സിൽ വായിക്കുന്ന വെച്ചാല് നമ്മള് ആ സമയത്ത് നമ്മള് എന്തെങ്കിലും ഫീൽ ചെയ്യില്ല, അയ്യോ അക്ഷയം അല്ലെങ്കിൽ നാണക്കേടൊന്നും വിചാരിക്കില്ല. ടീച്ചർ ഓരോരുത്തരുടെ പേപ്പർ വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്റെ പേപ്പർ വായിക്കുമ്പോൾ ശരിക്കും കോമഡി, ക്ലാസ് മൊത്തം ചിരിക്കും, കാരണം അത്രയും അക്ഷരത്തെറ്റായിരിക്കുള്ളൂ. സോ അങ്ങനെ വായിച്ച് അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ കളിയാക്കിയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 10th എനിക്ക് ഏതാണ് മലയാളത്തിന് A+ വരെ ഉണ്ട്. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് കുറെ നാൾ മുമ്പാണ്ട് ഇന്ന് കിട്ടുന്ന പോലെ A+ നമുക്ക് കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നമ്മുടെയൊക്കെ കാലം എന്ന് വിചാരിക്കാം ഒരു 30 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ആ ഒരു ടൈം 50 years മുമ്പ് നമുക്ക് ആ ഒരു A+ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു മാർക്ക് കിട്ടിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ഗീത ടീച്ചറിനെ, കാരണം അത്രയും എന്നെ കളിയാക്കിയതുകൊണ്ടായിരുന്നു എനിക്ക് അത്രയും ഇത്. കളിയാക്കിയൊക്കെ ചെയ്യും ക്ലാസ്സിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഭയങ്കര കമ്പനിയാണ്. മറ്റു ടീച്ചേഴ്സിനെക്കാളും കൂടുതൽ എന്നോട് ഭയങ്കരമായിട്ട് കമ്പനി കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞാൻ കൂട്ടുകാരത്തെ ടീച്ചറിനെ വിളിക്കാം. അവിടെ ടീച്ചർമാരുടെ ഇടയിൽ തന്നെ ഞങ്ങളെ കളിയാക്കും. ഈ കൂട്ടുകാരത്തിൽ വന്നിട്ടുണ്ട് സെയിം ഏജ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ടീച്ചറിന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞിട്ട് കളിയാക്കിയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ടീച്ചറുടെ നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർ. നമുക്ക് വേണ്ട സജഷൻസും നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ അതേപോലെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ടീച്ചർ ഉണ്ടാവും. അതേപോലെ തന്നെ ഗീത ടീച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലൈബ്രറിയനും കൂടെ ആയിരുന്നു ടീച്ചർ. ഞങ്ങളുടെ ലൈബ്രറിയുടെ കൂടുതൽ കൺട്രോളും കാര്യങ്ങളൊക്കെ ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചർ എന്നെ കൊണ്ട് ബുക്ക് വായിപ്പിക്കാനായിട്ട് ശീലിപ്പിച്ചത്. നീ വായിച്ചു നോക്ക് എന്നിട്ട് കൊണ്ടു തന്നാൽ മതി എന്നും പറഞ്ഞൊരു ബുക്ക് തന്നു. ബുക്ക് ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. മലയാളം വായിക്കാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞിട്ട് മടിയായിരുന്നു. പിന്നെ വായിച്ച് ഒരു സെറ്റാണ്. പിന്നെ ഒരു ഇരിപ്പിലൊക്കെ ഒരു ബുക്ക് ഫുള്ളും വായിച്ച് തീർക്കും എന്നുള്ള ഒരു ഇതൊക്കെ വന്ന് ഭയങ്കര ആ റീഡിങ്ങിനോടുള്ള ഇഷ്ടവും ടീച്ചറിനോടുള്ള ഇഷ്ടവും ഒക്കെ സെയിം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോ this may carried out by the teacher in such activities as listening to the learners. ലേണേഴ്സിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു, അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. റെസ്പോണ്ടിങ് ടു ദർ സജഷൻസ്, അവർ സജഷൻസ് വരുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. അക്സെപ്റ്റിംഗ് ദർ ഫീലിങ്സ്, നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻവോൾവിംഗ് ദം ഇൻ ടീച്ചിങ്, കുട്ടികളെയും കൂടി കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്യുന്നു. ലേണിംഗ് പ്രോസസ്, നമ്മൾ ലേണിംഗ് പ്രോസസ്സിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്നു. എൻകറേജിങ് ദർ എഫേർട്സ്, കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസും പ്രസന്റ് ചെയ്യുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുന്നു. ദസ് ക്രിയേറ്റ് എ വാം
സപ്പോർട്ടീവ് ആൻഡ് പോസിറ്റീവ് ഇമോഷണൽ ക്ലൈമറ്റ് ഇൻ ദ ക്ലാസ് റൂം. ഇതെല്ലാം നമ്മുടെ ഒരു ഇമോഷണൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സച്ച് എ ക്ലൈമറ്റ് ഇംപ്രൂവ് ഇമോഷണൽ സെക്യൂരിറ്റി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇമോഷണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മോട്ടിവേറ്റ്സ് ലേണിംഗ് ആൻഡ് ലീഡ്സ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും. എന്റെ ടീച്ചറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലീഡ്സ് ടു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ്. നല്ല രീതിയിൽ നമുക്ക് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളും നേടിയെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ബീങ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പേഴ്സൺ ഇൻ ദസ് വൺ ഓഫ് ഹോൾമാർക്ക് ഓഫ് സ്കിൽഫുൾ ടീച്ചർ. ഇതെല്ലാമാണ് ഒരു നല്ലൊരു സ്കിൽഫുൾ ടീച്ചറിന്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സം ഓഫ് components of human relationship which exist inside the classroom, open channel of communication. ഏതൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെയും ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ച് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ്. പാർട്ടിസിപ്പേറ്ററി ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലായാലും ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ സിലബസ്, ബി ഫീലിംഗ് ഇൻ എ ഗ്രൂപ്പ്, പ്രോബിലിറ്റി, ഫ്രണ്ട്ലിനെസ്, സ്റ്റുഡൻസ് ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടീച്ചേഴ്സ് നല്ല രീതിയിൽ നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു കണ്ടന്റ് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രം മനസ്സിലാക്കാം കേട്ടോ. ഈ നെക്സ്റ്റ് ആണ് ലേണേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. The human relationship among the learners and students can either across and but the growth of the each others in many way. അതിലെ across വരെ മതി, across the growth of the each others in many way മതി. ഇത് വേണ്ട, ഈ ഒരു വേർഡ് വേണ്ട, ഒരു മിസ്റ്റേക്കിൽ വന്നതാണ്. The word mistake കുറച്ചുണ്ട്. The human relationship among learners and students can either across growth of each others in many way. നമ്മള് ലേണേഴ്സ് സ്റ്റുഡൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ വരുമ്പോൾ ഷെയറിംഗ് ഹാബിറ്റ് പഠിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഷെയറിംഗ് ഹാബിറ്റ്, റെസ്പെക്ട് ഫീലിംഗ്സ് ഓഫ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫീലിംഗ്സ് റെസ്പെക്ട് ചെയ്യും. അവർ പറയുന്ന സജഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലേണേഴ്സ് റിലേഷൻഷിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ ടീച്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ഫങ്ഷനിങ് എമംഗ് ദ സ്റ്റുഡൻസ്. അപ്പൊ കുട്ടികൾ തമ്മിലുള്ള ഒരു എന്താ പറയാ നല്ല ഫങ്ഷനിങ്, സ്റ്റുഡൻസ് നല്ല രീതിയിൽ കോപ്പറേഷനോട് കൂടിയാണ് ക്ലാസ് പോകുന്നതെങ്കിൽ ടീച്ചർക്ക് അത് മനസ്സിലാക്കാനൊക്കെ പറ്റും. നല്ല രീതിയിൽ അവരെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇപ്പൊ ഒരു ടോപ്പിക് ഒരു കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. The learners need a period in which they relate to each others as equal and so learn to stand on their own. അപ്പൊ നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ. നമ്മള് ഏതെങ്കിലും എന്താ പറയാ ലേണേഴ്സ് റിലേഷൻഷിപ്പിന്റെ ഫസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെ നമുക്ക് പറയാം അല്ലെ. നമ്മള് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ നമ്മളുടെ ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. ഉണ്ടാവില്ലേ, അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ഫ്രണ്ട് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ കൂടെ അവരുണ്ടാവും എന്നുള്ള സപ്പോർട്ട് ആയിരിക്കില്ലേ. അവൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമാവും, ഞാൻ മാത്രമല്ലല്ലോ നിനക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മാത്രം കിട്ടുള്ളൂ, അവരും കൂടെ അത് കിട്ടുകയാണെങ്കിൽ ഹാപ്പിയാവും. വെച്ചാൽ നമ്മൾ ഒരു ഷെയർ ചെയ്യുന്നതാണ്, അടിയല്ലോ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ ഒപ്പം നിൽക്കുന്ന, നമ്മളുടെ ഫീലിങ്സും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലുള്ളത് നല്ലതാണ്. എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഇമോഷൻ ഇസ് യൂഷ്വലി സ്റ്റിമുലേറ്റഡ് ഇൻ പിയർ ഗ്രൂപ്പ്സ് ഇൻ റിഗാർഡ് ടു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ഡ്യൂറിംഗ് അഡോളസൻസ്. നമുക്കറിയാലോ നമ്മുടെ അഡോളസന്റ് ഏജിൽ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെ, ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഏജ് ആണ്. ഗ്രേറ്റ് എമൗണ്ട് ഓഫ് ഇമോഷൻസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജും കൂടിയാണ് ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. നമ്മളുടെ സഹപാഠികളൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നല്ല വാല്യുബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാം. ഇൻ ദ പിയർ ഗ്രൂപ്പ്സ് ദർ ഈസ് എ ഗ്രാജുവൽ ഷിഫ്റ്റ് ഫ്രം ആക്ച്വലി ഓറിയന്റേഷൻ ടു തോട്ട്, ഫീലിംഗ്സ്, പേഴ്സണാലിറ്റി ഓറിയന്റേഷൻ. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ്. ദ ലേണേഴ്സ് മേ ബൈ സിക്സ് ഐഡിയ ഓഫ് ഫീലിംഗ് വിത്ത് പിയേഴ്സ് ക്ലാരിഫൈ സോഷ്യൽ റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മുടെ ഐഡിയാസും കാര്യങ്ങളും നമുക്ക് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിനോട്. അതേപോലെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും, സോഷ്യൽ റിലേഷൻഷിപ്പിലെ ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടും.
Conversation in peer groups is a medium through which social sensitivity and skills are developed. നമ്മൾ കോൺവെർസേഷനിലൂടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഒരു വീട്ടിൽ സിംഗിൾ ഫാമിലി എന്ന് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ ചിലപ്പോ കുറച്ചും കൂടി ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കും, ആരോട് സംസാരിക്കാത്ത ഒരു പ്രകൃതമായിരിക്കും. ഇനി അവനൊരു ഫ്രണ്ട് കിട്ടുന്നത് ഭയങ്കരമായിട്ട് ടോക്കറ്റീവ് ആണെങ്കിൽ, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനും ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും. അവന് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കാരണം എന്താണ്, പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും, സംസാരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ കുട്ടിയുടെ ലാംഗ്വേജ് ആ ഒരു ബാരിയർ മാറി. The influence that bond of peer groups extended far beyond the outcome of simple interaction and interrelationship. ചെറിയ ഇന്ററാക്ഷനിലൂടെയും ഇന്റർറിലേഷൻഷിപ്പിലൂടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. In his field theory approach, Kurt Lewins further the group of dynamic movement refers to reflect the group atmosphere. അപ്പോ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊരു കുട്ടീനെ ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വരാനായിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനേക്കാളും കൂടുതൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ അവർ തിരിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റും. വിച്ച് ഇൻഡിക്കേറ്റ് ദ ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ ടോട്ടൽ ഫീൽഡ് ഓഫ് ഫോഴ്സ് ഇൻ ഓപ്പറേഷൻ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. The sociometric movements has refined techniques of measuring the influence of peer have on each others, who influence whom. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിലാണെങ്കിൽ സോഷ്യൽ മെട്രിക് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ്ലി മെഷർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ ആരാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എന്തെല്ലാം ഒക്കേഷൻ ആണ്, സെൻസിറ്റിവിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഓരോ കാര്യങ്ങളും ബെറ്റർ ആയിട്ട് അവരെങ്ങനെ ലേൺ ചെയ്യുന്നു, ഓരോരുത്തരുടെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ് അവരെങ്ങനെ വാല്യൂ ചെയ്യണം, അവരുടെ റിലേഷൻഷിപ്പിന് നമ്മൾ ഇമ്പോർട്ടൻസ് എങ്ങനെ കൊടുക്കണം, അവരെങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് പഠിക്കും. The sociometric movements has been refined techniques for measuring influence peer have on each other, whose influence whom, in which way, on what occasion, sensitivity of education, in which in group process by give people to try to know one another better. ചിലപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ ചിലപ്പോൾ ഇഷ്ടാവണമെന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ അവരോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ നമ്മൾ അവരായിട്ട് കുറച്ചും കൂടി എന്താവുന്നു കൂടുതൽ എടുക്കുന്നു. പിന്നെ എന്താണ്, യൂസ് ഓഫ് സെൻസിറ്റിവിറ്റി ടു അതേഴ്സ് നീഡ്സ്, ഒരു നീഡ്സ്, ഇൻട്രസ്റ്റ്, വാല്യൂസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ലേണേഴ്സ് അബൌട്ട് അൺഡൗട്ട്ഫുള്ളി അഫക്ട് ദ ഇൻഫ്ലുവൻസ് ബൈ ദർ പിയർ ഗ്രൂപ്പ്സ്. നമുക്ക് പറയാം ലേണേഴ്സ് റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ നല്ലൊരു സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, നല്ല ഹെൽപ്പിംഗ് ഹാബിറ്റ് ഉള്ള ഒരു ഫ്രണ്ട് നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അവനിലുള്ള നല്ല ക്വാളിറ്റീസ് നമുക്ക് കിട്ടും. The research is at find with certainty the condition of such influence on learners and how absolutely they are influenced. അപ്പൊ റിസർച്ച് ഇന്ന് നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ലേണേഴ്സ് റിലേഷൻഷിപ്പ് ഒരു കുട്ടിയുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നൊക്കെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ലേണേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു ക്ലാസ് റൂമിൽ നിലനിൽക്കുന്ന മനുഷ്യബന്ധങ്ങൾ, ചില ഘടകങ്ങൾ, ആശയവിനിമയങ്ങൾ, തുറന്ന ചാനലുകൾ, പങ്കാളിത്ത തീരുമാനങ്ങൾ. നമ്മളുടെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഒരു പോർഷൻ നല്ല രീതിയിൽ അറിയാൻ പറ്റും, സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അവൻ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് ആ ഒരു പോർഷൻ മനസ്സിലായെങ്കിൽ പോലും അവൻ നമ്മൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഗ്രൂപ്പിലെ നമ്മൾ എന്ന തോന്നൽ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ കേട്ടാ, ഒന്ന് വായിച്ചു നോക്കിയേ. പോയിന്റ് ബി വരെ ഒന്ന് വായിച്ചേ.
റീഡ് ചെയ്ത് നോക്കിയോ? ജസ്റ്റ് നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് പോയിന്റ് ഞാൻ പറയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സമപ്പ് ചെയ്യുന്നുള്ളൂ. ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് ഏതൊരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചും ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു വർക്കിംഗ് സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ഫാക്കൽറ്റി ഓഫ് ടീച്ചർ ഒരു ഡിഫറെന്റ് സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് ആയിരിക്കും നമ്മൾക്ക് അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ HL വരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ മറ്റു ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും. അപ്പൊ അവർ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് നല്ലൊരു വാല്യുബിൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ എയിം എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യാനാണ് ഇവിടെ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, ടീച്ചേഴ്സ് തമ്മിലുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആയിരിക്കും. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കണം. ഇപ്പൊ ടീച്ചേഴ്സും തമ്മിൽ നല്ല ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേപോലെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നോക്കാം. The teachers as an individual has great potential for professional enhancement outside the classroom. In such a situation, is working relationship among the teachers. സോ നമുക്കൊരു പ്രൊഫഷണൽ എൻഹാൻസ്മെന്റ് ഒക്കെ ക്ലാസ് റൂമിൽ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല കോപ്പറേഷനോട് കൂടി വർക്ക് ചെയ്യണം. The faculty of teachers vary widely in terrible and moral or group committees, but either the nature of the group the teacher has to find in a place. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളെല്ലാവരുടെയും എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. But the nature of the group, the teacher has to find, he has to learn and relate communication sufficiently to his neighborhood within the faculty group. നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. As the members of the professional group, the teacher different roles. നമുക്ക് ഓരോ ടീച്ചേഴ്സിനും ഓരോ ഡിഫറെന്റ് റോൾസ് ആയിരിക്കും. Are responsible for his professional power. 1 minute. Sorry, he has to learn to relate the communicate sufficiently to his neighborhood within the faculty group. നമ്മുടെ ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കണം. ആസ് എ മെമ്പർ ഓഫ് എ പ്രൊഫഷണൽ ഗ്രൂപ്പ്, നമ്മളൊരു പ്രൊഫഷണൽ ഗ്രൂപ്പിന്റെ മെമ്പർ ആകുമ്പോൾ the teacher different roles are responsible for his professional power and personal satisfaction within the institutional climate. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നല്ല കോപ്പറേഷനോട് കൂടി തന്നെ വർക്ക് ചെയ്യണം. There are many ordinary areas that find cooperation and mutual help, such as നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഡിനറി ഏരിയാസ് ഉണ്ടാവും. മാർക്കിങ്ങിന്റെ കേസിലായാലും പ്രൊമോഷൻ, റിപ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും, ഓരോ ഇന്റർ ഡിസിപ്ലിനറി ടോപ്പിക്കുകൾ, പിന്നെ കമ്മ്യൂണിറ്റി, സോഷ്യൽ സർവീസ്, ഇതേപോലത്തെ ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ വരുമ്പോൾ ടീച്ചേഴ്സ് ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇൻഫാക്ട് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് മ്യൂച്വൽ ഹെൽപ്ഫുൾനെസ് ഹാസ് കണ്ടിന്യൂസ് and favorable effect. Teachers learners and teachers relationship is
ഇൻ എസ്പെഷ്യലി ഡിക്രീസിങ് സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്. നമുക്കപ്പോൾ നല്ലൊരു ടീച്ചേഴ്സ് റിലേഷൻഷിപ്പും ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. എൻകറേജ് ഹാർമണി എമംഗ് ദം, അവർ തമ്മിൽ നല്ലൊരു ഹാർമണി, നല്ല ഐക്യം എൻകറേജ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഷുഡ് therefore lay stress on importance of the working within other teachers. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ടീച്ചേഴ്സിനോടായിട്ട് തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഡെവലപ്പിംഗ് സ്കിൽസ് ടു വർക്ക് സക്സസ്ഫുള്ളി വിത്ത് ടീച്ചിങ് പിയേഴ്സ്. നമ്മൾ ടീച്ചേഴ്സ് തമ്മിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ടോപ്പിക് അറിയില്ലെങ്കിൽ പോലും ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലായ ടീച്ചറിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ടോപ്പിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രസിംഗ് ഓൺ നീഡ്സ് ടു ഇന്ററാക്ട് adequately and suitably. നമുക്ക് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ഇന്ററാക്ട് ചെയ്യാനും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്. ജസ്റ്റ് ഈ 3 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ടീച്ചേഴ്സ് ലേണേഴ്സ് റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ്, പിന്നെ പറഞ്ഞെന്താണ് ലേണേഴ്സ് റിലേഷൻഷിപ്പ്. 3 റിലേഷൻഷിപ്പും നല്ല രീതിയിൽ റീഡ് ചെയ്യാം. താങ്ക് യു ഓൾ.